Hi friends, welcome back to my channel Beauty Beats. ഇന്നത്തെ ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താ പറയുക, ഹെയറിന് പ്രോബ്ലം ഒന്നും വരാത്തൊരു നല്ല ഷാമ്പു ഏതാണെന്ന്. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊരു ഹെർബൽ ഷാമ്പൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ശിക്കാക്കായി, അംല, റീത്താത്തൊക്കെ വെച്ചിട്ട് ഒരു ഹെർബൽ ഷാമ്പൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്, നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ കുറേ പേർക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ടൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ കുറച്ച് പേർക്ക് അറിയാതെ ഉണ്ടായിരിക്കും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, ഹെയർ അധികം ഒരുപാട് ഡ്രൈ ആവാതെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഹെയറിന് കിട്ടുന്ന മാതിരി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഷാമ്പൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഷാമ്പൂ. ഇതിന് 4 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിലുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണെന്നാണ്. ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ അവരിവിടെ കൊടുത്തിട്ടുള്ളത് സയൻറ്റിഫിക് നെയിമാണ്. അത് ഞാൻ കുറേയധികം ചെക്ക് ചെയ്തു. അപ്പോൾ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതായത് അംല, റീത്ത, ഷിക്കാക്കായി, പിന്നെ സോപ്പ് നട്ട്സ്, അതുപോലെ തന്നെ ഹിബിസ്കസിൻ്റെ പൗഡർ, പിന്നെ ഉലുവ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് 7 നാച്ചുറൽ ഹെർബ്സ് ആണ്. ഇതൊരു പൗഡർ ഫോമിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ വീട്ടിലും പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇതിപ്പം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ പ്രൈസ്, ഇതൊരു ചെറിയ പാക്കറ്റാണ്. നമ്മൾ ഷാമ്പൂ ഒക്കെ വരുന്ന പാക്കറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഒരു പാക്കറ്റാണിത്. ഇതിന് 4 രൂപയാണ്. ഇത് നമുക്ക് വൺസ് യൂസ് ചെയ്യാം. ഒരുപാട് തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പാക്കറ്റ് വേണ്ടി വരും. അതല്ല, ഇപ്പോൾ എൻ്റെയൊക്കെ അത്രയോ ഹെയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റോളം മതിയാവും. ഇത് തന്നെ നമുക്ക് വലിയ ബോട്ടിലിനകത്തും ഇവരുടെ തന്നെ ഷാമ്പൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഈ ഹെർബൽ പൗഡർ, അതല്ലെങ്കിൽ ഈ ഷാമ്പൂവിൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നെറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 5.6 ഗ്രാമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്, മീരയുടെ ഷാമ്പൂ ഹെർബൽ പൗഡർ, മീര ഹെർബൽ പൗഡർ. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അതിനായിട്ട് നമ്മൾ ഒരു കവർ, ഞാനിവിടെ എൻ്റെ മുടിയുടെ ലെങ്തും തിക്നെസ്സും അനുസരിച്ചിട്ട് ഒരു പാക്കറ്റാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഒരു പാക്കറ്റ് എടുത്ത ശേഷം അത് കട്ട് ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഇത് ഏകദേശം ഇത്രയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുക. ഇത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒരു ഗ്ലാസ്സോളം, ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പം അത്യാവശ്യം നല്ലൊരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പേസ്റ്റ് ഫോമിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്നതിന് നമ്മൾ ഹെയർ ഓയിലൊക്കെ ചെയ്ത ശേഷം വെറ്റായിട്ടുള്ള ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഞാനിപ്പം ഹെയർ വെറ്റായിട്ടല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ചധികം ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിതൊരു ഡൈൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാർട്ടീഷനായിട്ട് ചെയ്ത ശേഷം ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് വകഞ്ഞ് മാറ്റിയ ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യാതെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവർ പതിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് വാഷ് ചെയ്ത ശേഷം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
പറ്റിയ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഞാൻ വീണ്ടും പറയാണ്, മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ആണ് നിങ്ങൾക്ക് ആവശ്യം, ഹെയർ ഒരുപാട് ഡ്രൈ ആവരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഷാമ്പു യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.